നാടിനെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരൻ. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, എന്തായാലും ഇരട്ട കൊലപാതകത്തിൽ ചെന്താമര കുറ്റക്കാരനാണെന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? കേരള മനസാക്ഷി ഞെട്ടിച്ച നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഇപ്പോൾ കേസിൽ ഏക പ്രതിയായിട്ടുള്ള ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോടതി. 2025 ജനുവരി 27 പോത്തുകൊണ്ടി സ്വദേശിയായിട്ടുള്ള സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ക്രൂരമായി നടുറോട്ടിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഒളിവിൽ പോയ ചെന്താമരയെ അതിസാഹസികമായി പിടികൂടിയത് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. ഇരയുടെ കുടുംബത്തിന് എത്രത്തോളം സുരക്ഷ ഉണ്ട് എന്ന ചോദ്യവും ഈ സംഭവത്തോടു കൂടി ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ദിവസത്തിന് ശേഷം ജനുവരി 29 ചെന്താമര സാഹസികമായി പോലീസ് പിടികൂടിയത്. തുടർന്നാണ് ചെന്താമരയെ വിചാരണ തുടരുന്നതും അതിനുശേഷം 1.5 കൊല്ലത്തിന് ശേഷമാണ് ഈ കേസിൽ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഏക പ്രതിയായിട്ടുള്ള ചെന്താമര കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. മാർച്ച് 25 ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 480 പേജുള്ള കുറ്റപത്രത്തിൽ 132 സാക്ഷികളായിരുന്നു ഉണ്ടായത്. 30ലധികം രേഖകളും ഫോറൻസിക് പരിശോധന ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ വിചാരണ നീണ്ടു. അതിനുശേഷം 1.5 കൊല്ലത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ സംഭവം നടന്ന് 1.5 കൊല്ലത്തിന് ശേഷമാണ് ഈ കേസിൽ ഏക പ്രതിയായിട്ടുള്ള ചെന്താമര കുറ്റക്കാരനാണ് കണ്ടെത്തിയിട്ടുള്ളത്. 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറുന്ന സാഹചര്യം കൂടി ഈ കേസിൽ ഉണ്ടാകുന്നു. ഇതിൽ തന്നെ 3 കൊലപാതകങ്ങളാണ് ചെന്താമരയുടെ പേരിലുള്ളത്. അത് ഒന്ന് 2019 ഓഗസ്റ്റ് 31 പോത്തുകൊണ്ടി സ്വദേശിയായിട്ടുള്ള സജിതയെ കൊലപ്പെടുത്തിയ കേസായിരുന്നു. ഈ കേസിൽ ജീവപര്യന്തമാണ് ചെന്താമര കിട്ടിയത്. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമായിരുന്നു 2ാമത്തെയും 3ാമത്തെയും കൊലപാതകം നടന്നത് എന്നതാണ്. അതിൽ തന്നെ സജിതയെ കൊലപ്പെടുത്തിയതിന് ചില കുടുംബ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ചെന്താമരയുടെ ഭാര്യയുമായുള്ള ചില പ്രശ്നങ്ങളാണ് ഈ സജിതയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് അന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 2019 സെപ്റ്റംബർ 2 ചെന്താമരയെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഈ സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ 2ാമത്തെ കേസിലാണ് ഇപ്പോൾ കൊടും ക്രിമിനലായിട്ടുള്ള ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അരുണിമ, എന്തായാലും നാടിനെ നടുക്കിയ നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത്. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇത്തരത്തിലൊരു ഇരട്ട കൊലപാതകമൊക്കെ നടത്തിയിരുന്നത്. എന്തായാലും 132 സാക്ഷികളെ വിസ്തരിച്ചു. അതിൽ 81 പേരുടെ മൊഴിയും കോടതി വിസ്തരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായ ഒരു കേസ് കൂടിയാണ് ഇത്. അതിൽ 4 സാക്ഷികൾ കൂറുമാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചെന്താമര കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. രക്തക്കറകൾ, സാക്ഷിമൊഴികളും കോൾ റെക്കോർഡുകളും ഇങ്ങനെയുള്ള ഭൗതിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രീയ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചെന്താമര കുറ്റക്കാരനാണെന്ന് തെളിയിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയാണ് ഇനി വിധിക്കാനുള്ളത് എന്നാണ് നമുക്കറിയാനുള്ളത്. എന്ത് ശിക്ഷയായിരിക്കും ഇനി ചെന്താമരയെ കാത്തിരിക്കുന്നത്? നടുക്കിയ ഒരു ഇരട്ട കൊലപാതകത്തിലാണ് ഇപ്പോൾ ചെന്താമര കുറ്റക്കാരനാണ് തെളിഞ്ഞിരിക്കുന്നത്. സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ജാമ്യത്തിലിറങ്ങിയാണ് ഈ ഒരു ഇരട്ട കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇനി നമുക്കറിയേണ്ടത് ചെന്താമരയ്ക്ക് ഇനി എന്ത് ശിക്ഷയാണ് നൽകുക എന്നാണ് നമുക്ക് അറിയേണ്ടത്, അല്ലേ രാജേഷ്? അരുണിമ, ഈ കേസിൽ വിധി ഉച്ചയ്ക്ക് ശേഷമോ അടുത്ത ദിവസമോ ഉണ്ടാകും എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.
ഈ സംഭവം നടന്ന് 1.5 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വിധി ഉണ്ടാകുന്നത് എന്നതാണ്. ഇതിൽ തന്നെ കോടതിയിൽ ഒന്നും തനിക്ക് പറയാനില്ലെന്നാണ് ചെന്താമര പ്രതികരിച്ചത്. ഈ കേസിലെ തുടക്കം മുതൽ തന്നെ, അല്ലെങ്കിൽ ആദ്യ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പിന്നാലെ രണ്ടാമത്തെ 2ഉം 3ഉം കൊലപാതകം ചെയ്ത ശേഷം ഒരു കൂസലുമില്ലാതെയായിരുന്നു മാധ്യമങ്ങളോടെല്ലാം ഈ കൊടും ക്രിമിനൽ പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ കേസിൽ തനിക്കൊന്നും, അല്ലെങ്കിൽ ഈ വിധി വന്നതിന് പിന്നാലെ തനിക്കൊന്നും പറയാനില്ലെന്നാണ് ആദ്യ പ്രതികരണം ചെന്താമരയുടെ, ഈ കേസിൽ ആദ്യ പ്രതിയായിട്ടുള്ള ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നതാണ്. വിധി പറഞ്ഞത് പാലക്കാട് ജില്ലാ കോടതി ജഡ്ജി കൊന്നത്ത് ജോർജാണ് ഈ കേസിൽ നിർണായകമായ ഈ കേസിൽ വിധി പറഞ്ഞത്. ഈ കേസിൽ ആകെ പ്രതിയായിട്ടുള്ള രണ്ടാമത്തെ കേസായിട്ടുള്ള സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിട്ടുള്ള ചെന്താമര കുറ്റക്കാരനാണ് കണ്ടെത്തിയിരിക്കുകയായിരുന്നു ഇപ്പോൾ കോടതി. 2025 ഒക്ടോബർ 18 ഈ സജിത വധക്കേസിൽ അന്നത്തെ പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. ഇനി 2ഉം 3ഉം കേസിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇരട്ട കൊലപാതക കേസിൽ പ്രതിക്ക് എന്ത് ശിക്ഷ ലഭിക്കുമോ എന്നത് ഈ വിധി ഉച്ചയ്ക്ക് ശേഷമോ അടുത്ത ദിവസമോ ഉണ്ടാകുമോ എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അരുണിമ, എന്തായാലും ഈ ഒരു ഇരട്ട കൊലപാതകം നടന്ന് 1.5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വിധിയിലേക്ക് എത്തുന്നത്. പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്നാണ് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നാൾ വഴികൾ നോക്കുകയാണെങ്കിൽ 2019 ഓഗസ്റ്റ് 31 സജിതയെ കൊലപ്പെടുത്തിയത് മുതലാണ് എല്ലാത്തിനും ഒരു തുടക്കമുണ്ടാകുന്നത്. സജിതയെ വീട്ടിൽ കയറി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രോസിക്യൂഷൻ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചെന്താമരയുടെ വിവാഹ ബന്ധം തകർന്നതാണ്, സജിതയാണ് ഉത്തരവാദിയെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് തൻ്റെ കുടുംബം നശിപ്പിച്ചതെന്നൊരു ജോത്സ്യന്റെ പ്രവചനമാണ് ഇത്തരത്തിൽ ചെന്താമര ഒരു കൊടും ക്രൂര കൃത്യത്തിലേക്ക് കടക്കാനുള്ള പ്രധാന കാരണം. ഇതേ തുടർന്നാണ് 2019 സജിതയെ കൊലപ്പെടുത്താനുള്ള ഒരു പ്രധാന കാരണം. ഇതേ തുടർന്ന് വീട്ടിൽ അവർ തനിച്ചായിരുന്നപ്പോൾ ഇത്തരത്തിൽ കൊടുവാള് കൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അയാൾ ജയിലിലായിരുന്നു. ഇതിനുശേഷം ജാമ്യത്തിലിറങ്ങിയാണ് രണ്ടാമത്തെ ഇരട്ട കൊലപാതകം, സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകം ഇയാൾ നടത്തുന്നത്. ഇതിൽ കൊടുവാൾ ഉപയോഗിച്ച് ഇവരെയും പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സജിതയെ കൊലപ്പെടുത്തിയ അതേ വീട്ടിൽ വെച്ച് തന്നെയാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം ഇയാൾ കാട് കയറുകയായിരുന്നു. ഈ വെട്ടിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കൊടുവാളിന്റെ മരപ്പിടിയിലുണ്ടായ ചോരക്കറയിൽ നിന്നും സുധാകരന്റെയും ലക്ഷ്മിയുടെയും DNA സാമ്പിളുകൾ ഒക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇയാൾ കാട് കയറുന്ന സമയത്ത് മുള്ളുവേലിൽ ഇയാളുടെ ലുങ്കിയുടെ ഒരു കഷ്ണം പതിഞ്ഞിരുന്നു. ഈ ഒരു കഷ്ണത്തിലും ഇത്തരത്തിൽ സുധാകരന്റെയും ലക്ഷ്മിയുടെയും ഈ ഒരു ചോരക്കറയൊക്കെ ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. ഈ ഒരു തെളിവുകളുടെയൊക്കെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചെന്താമര ഇത്തരത്തിൽ ഒരു കൊടും കുറ്റവാളിയാണ് അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്നൊരു തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ വലിയൊരു ക്രൂര കൊലപാതകമായിരുന്നു. 3 കൊലകളാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഭീതിയിൽ തന്നെയായിരുന്നു ഒരു നാട് ഒട്ടാകെ. കാരണം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ ഇരട്ട കൊലപാതകം ഇയാൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സജിതയുടെ 2 പെൺമക്കളും വലിയ ഭീതിയിലാണ്. ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ജീവനും വലിയൊരു ഭീഷണിയാകുമെന്നൊരു വലിയൊരു ഭീതിയൊക്കെ ഈ കുട്ടികൾ പ്രകടിപ്പിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ഇയാൾക്ക് എന്ത് വിധിയാണ് നൽകുക എന്നത് തന്നെയാണ് ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും ചെന്താമര ഇപ്പോൾ കുറ്റക്കാരനാണ്. നെന്മാറ ഇരട്ട കൊലപാതക കേസിലാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വിധി സെഷൻസ് കോടതിയുടേതാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. എന്തായാലും തൻ്റെ 3 കൊലപാതകങ്ങളും ചെയ്തതിനു ശേഷം യാതൊരുവിധ ഭാവമാറ്റവും ഇല്ലാത്ത ഒരു പ്രകൃതമാണ് ഈ ഒരു ചെന്താമരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തൻ്റെ പദ്ധതി വിജയിച്ചതിൽ സംതൃപ്തിയുള്ള രീതിയിലാണ് ഇയാൾ പോലീസിനോടൊക്കെ പെരുമാറിയിരുന്നത്. നമുക്ക് ആ ഒരു സമയത്തെ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വലിയൊരു കൊലപാതകം, ഇരട്ട കൊലപാതകം, ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമുള്ള രണ്ടാമത്തെ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി.
രാജേഷ്, എന്തായാലും ഇനിയിപ്പം 2019 സജിതയെ കൊലപ്പെടുത്തിയ ശേഷം രണ്ടാമത് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഈ ഒരു ഇരട്ട കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇനി ഇയാൾക്ക് ഏതെങ്കിലും രീതിയിലൊരു ഇളവ് എന്തെങ്കിലും നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭീഷണിയായിരിക്കും. ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ ഒരു കൊലപാതകമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സജിതയുടെ 2 പെൺമക്കളും വലിയൊരു ഭീതിയിലാണ്. ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ഇയാൾക്ക് നൽകണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നാട്ടുകാരുൾപ്പെടെ, ഈ കുട്ടികളും നാട്ടുകാരും ഉൾപ്പെടെ ഇപ്പോൾ പ്രതികരിക്കുന്നത്. കേസിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ കേസിലെ ഏക പ്രതിയായിട്ടുള്ള ചെന്താമരയുടെ ആദ്യ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. കേസിൽ തന്നെ തൂക്കാൻ വിധിച്ചോളൂ എന്നതാണ് ചെന്താമരയുടെ ആദ്യ പ്രതികരണമായി ലഭിക്കുന്നത്. ഈ കേസിൽ രണ്ടാമത്തെ കേസിൽ ഇരട്ട കൊലപാതക കേസിൽ ഇന്നോ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ നാളെയോ ഈ കേസിൽ വിധി ഉണ്ടാകും എന്നതാണ്, അല്ലെങ്കിൽ ശിക്ഷ ഉണ്ടാകും എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ കേസിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു വിധി പറയേണ്ടിയിരുന്നത്. അന്ന് ജഡ്ജിക്ക് ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. 2025 ജനുവരി 27 പ്രതി ചെന്താമര ഈ ഇരട്ടക്കൊലപാതകം നടത്തുന്നത്. 2019 ഓഗസ്റ്റിൽ പോത്തുകൊണ്ടി സ്വദേശിയായിട്ടുള്ള സജിതയെ ചില കുടുംബ പ്രശ്നം കാരണം സജിതയെ കൊലപ്പെടുത്തിയതായിരുന്നു ആദ്യ കൊലപാതക കേസ് ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ ജാമ്യത്തിലിറങ്ങിയ പ്രതി സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും 55 വയസ്സുള്ള സുധാകരനെയും 75 വയസ്സുള്ള ലക്ഷ്മിയെയും നടു റോട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ വെട്ടിക്കൊലപ്പെടുത്തിയ എന്താണ് രണ്ടാമത്തെ കേസ്. 2019 നടന്ന കേസിൽ ഇപ്പോൾ 2019 കേസിൽ 2025 ഒക്ടോബർ 18 ഈ ആദ്യ കേസിൽ വിധി പറഞ്ഞത്. അന്ന് പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് ആദ്യ കേസിൽ ഈ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തവും പിഴയും ശിക്ഷിച്ചത്. അതിന് പിന്നാലെയാണ് ഈ രണ്ടാമത്തെ കേസും അല്ലെങ്കിൽ രണ്ടാമത്തെ ഇരട്ട കൊലപാതക കേസും വരുന്നത്. ഈ കേസിൽ തന്നെ 132 സാക്ഷികളായിരുന്നു വിസ്തരിച്ചത്. അതിൽ 4 സാക്ഷികൾ കൂറുമാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ കൂറുമാറിയതെല്ലാം ഈ കേസിൽ ശിക്ഷാവിധിയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്നതിൽ നിർണായകമാണ്. ഈ പ്രതി പുറത്തിറങ്ങിയാൽ തന്നെ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ തങ്ങൾക്കും ജീവന് ഭീഷണി ഉണ്ടെന്നായിരുന്നു ഈ സുധാകരൻ്റെ മക്കൾ നിരന്തരമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഈ പ്രതിക്കായിട്ടുള്ള അല്ലെങ്കിൽ 3 കൊലപാതകം ചെയ്ത കൊടും ക്രിമിനലായിട്ടുള്ള ചെന്താമരയ്ക്ക് ഇനി ശിക്ഷ എന്തായിരിക്കും എന്നതാണ് കേരള മനസാക്ഷി ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ആദ്യ കേസിൽ ഇരട്ട ജീവപര്യന്തമായിരുന്നു ചെന്താമരയ്ക്ക് പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി വിധിച്ചത്. അതോടൊപ്പം തന്നെ പിഴയും ശിക്ഷയായിട്ട് വിധിച്ചിരുന്നു. ഇനി രണ്ടാമത്തെ കേസിൽ എന്തായിരിക്കും വിധി അല്ലെങ്കിൽ ശിക്ഷ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ തന്നെ ഈ ഉച്ചയ്ക്ക് ശേഷമോ അടുത്ത ദിവസമോ ആയിരിക്കാം ഈ കേസിൽ ശിക്ഷ ഉണ്ടാകുമോ എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. തൂക്കാൻ വിധിച്ചോളൂ എന്നാണ് കോടതിയിൽ ആദ്യമായി ചെന്താമര പ്രതികരിച്ചത് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അരുണിമ, എന്തായാലും അന്ധവിശ്വാസങ്ങളിൽ മാത്രം ഒഴുകിയിരുന്ന ഒരു വലിയ കൊടും കുറ്റവാളിയാണ് ചെന്താമര എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ നാട്ടുകാരിലൊക്കെ ഒരു ആശ്വാസം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സജിതയുടെയും കുടുംബത്തിൻ്റെയും വീട്ടുകാരെ മാത്രമല്ല ആ ഒരു നാട്ടിലുള്ള പല ആൾക്കാർക്ക് നേരം ഇയാൾ ഭീഷണി ഉയർത്തിയതായിട്ടൊക്കെ അന്ന് നമുക്ക് വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഒരാളെ കൊന്നാലും 10 ആളെ കൊന്നാലും ഒരേ കേസാണ് എന്നൊരു രീതിയിൽ ചെന്താമര പലരോടും നാട്ടിൽ ഉള്ള പലരോടും പറഞ്ഞതായി ഒരു വിവരമൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി ഈ ചെന്താമരയ്ക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും രീതിയിലൊരു ഇളവ് നൽകുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു നാടിനെ മൊത്തം വിറപ്പിച്ച ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു കൊലപാതകം 3 കൊലപാതകം ചെയ്തൊരു മനുഷ്യൻ, ഇത്രയും കൊടും ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി, ഇയാൾക്ക് ഏതെങ്കിലും രീതിയിലൊരു ഇളവ് നൽകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വീണ്ടും ഒരു കൊലപാതകത്തിലേക്ക്, അതായത് 2019 സജിതയെ കൊലപ്പെടുത്തിയ ശേഷം പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ഒരു വിലക്കൊക്കെ ഇയാൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വിലക്കൊക്കെ ലംഘിച്ചാണ് ഇയാൾ നെന്മാറയിലെത്തി സുധാകരനെയും ലക്ഷ്മിയും കൊലപ്പെടുത്തിയത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അന്ന് ഒരു വീഴ്ചയുള്ളതായിട്ടുള്ള രീതിയിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആദ്യത്തെ കൊലപാതകം ചെയ്ത് ഇയാൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ നാട്ടിലൊട്ടാകെ വലിയ ഭീഷണികളൊക്കെ മുഴക്കിപ്പോയ ഒരു വ്യക്തി വീണ്ടും തിരിച്ച് വിലക്കുണ്ടായിട്ടും വിലക്കുകളൊക്കെ ലംഘിച്ച് വന്നാണ് രണ്ടാമത് ഈ ഒരു ഇരട്ട കൊലപാതകം നടത്തിയത്. ഇപ്പോൾ ഈ ഒരു ഇരട്ട കൊലപാതകത്തിലാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു ഇളവ് ഇയാൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇനിയും ഒരു കൊലപാതകത്തിലേക്ക് വീണ്ടും ഇയാൾ പോകാനുള്ള സാധ്യതയില്ലേ?
കേസ് നടന്നപ്പോൾ തന്നെ കോടതി വിധി അല്ലെങ്കിൽ വ്യവസ്ഥകൾ ലംഘിച്ചായിരുന്നു ഈ തൊട്ടപ്പുറത്തെ സുധാകരന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ താമസം ഈ ചെന്താമര തുടങ്ങിയത്. അതിൽ തന്നെ ചില ഈ കൊല്ലപ്പെട്ട സജിതയുടെ മക്കൾക്കും അമ്മ അതുപോലെ തന്നെ ഭർത്താവ് ഇവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്നതാണ് മക്കളെല്ലാം ആരോപിച്ചിരുന്നത്. തങ്ങൾക്ക് നിരന്തര ഭീഷണി ചെന്താമരയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ ഈ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്തെല്ലാം ഈ ഈ സുധാകരന്റെ മക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടി ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ ഈ ഇരട്ട കൊലപാതകം അല്ലെങ്കിൽ ഇരട്ട കൊല നടന്നത് എന്നതാണ് അന്ന് വലിയ വിവാദമുണ്ടായത്. ഈ ഇരയുടെ കുടുംബത്തിന് എത്രത്തോളം സംരക്ഷണം ഉണ്ട് എന്നതും അന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഈ കേസിന്റെ നാൾവഴികൾ നോക്കുകയാണെങ്കിൽ 2019 ഓഗസ്റ്റ് 31-നാണ് ഈ പ്രതിയായിട്ടുള്ള ചെന്താമര സുധാകരന്റെ ഭാര്യയായിട്ടുള്ള സജിതയെ സ്വന്തം വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 2022 സജിതയെ കൊലക്കേസിൽ ജയിലിലായിരുന്ന ചെന്താമരയ്ക്ക് ഈ ജാമ്യം കിട്ടുന്നു, തുടർന്ന് പുറത്തിറങ്ങുന്നു. 2025 ജനുവരി 27-നാണ് പുറത്തിറങ്ങിയ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മയായിട്ടുള്ള 75 വയസ്സുള്ള ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 2025 ജനുവരി 28-ന് അന്ന് ഈ രണ്ടാമത്തെ ഇരട്ട കൊലപാതകം നടന്നതിന് ശേഷം ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വലിയതുള്ള പോലീസ് സന്നാഹവും തണ്ടർബോട്ട് അടക്കമുള്ള സന്നാഹവും ഉപയോഗിച്ച് മലയിടുക്കിൽ നിന്നു ഈ ചെന്താമരയെ 2 ദിവസത്തെ തെരച്ചിലിൽ വനമേഖലയിൽ നിന്ന് പിടികൂടിയത്. 2025 ഫെബ്രുവരിയിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. പ്രതിയുടെ ആദ്യ കേസിലെ അതായത് സജിത കൊലക്കേസിൽ തുടർന്ന് കോടതി ജാമ്യം റദ്ദാക്കുന്നു. പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. 2025 ഒക്ടോബറിലായിരുന്നു ആദ്യ കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട കൊലപാതക അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിക്കുന്നത്. 2026 ജൂൺ 30-നാണ് ഈ നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ അന്തിമവാദം പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി പൂർത്തിയാക്കുന്നത്. അങ്ങനെ ഈ കേസിൽ 1.5 വർഷത്തിന് ശേഷം 2026 ജൂലൈ 13-ന് ഈ നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പോലീസിന്റെ വീഴ്ചയും കൊലപാതകവും സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ 2022 പുറത്തിറങ്ങിയ ഈ ചെന്താമര തൊട്ട് പിന്നാലെ ഈ സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്തിയെന്നാണ് ഈ കേസിൽ എത്രത്തോളം വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ കൊടും ക്രിമിനലായിട്ടുള്ള ചെന്താമരയ്ക്ക് ഇനി എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നതാണ് കേരള മനസാക്ഷി ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേസിൽ ഈ ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിരിക്കും ശിക്ഷ വിധിക്കുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ തുടക്കം മുതൽ പറഞ്ഞ പോലെ തന്നെ ആദ്യ കൊലപാതകം നടന്നതിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്തെല്ലാം ഈ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അതുപോലെ തന്നെ സജിതയുടെ മക്കളെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഈ ചെന്താമര ഈ നാട്ടുകാരോടെല്ലാം പറഞ്ഞിരുന്നു ഈ കുടുംബത്തെ താൻ ഇല്ലാതാക്കും, തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ സുധാകരൻ്റെയും കുടുംബത്തെ താൻ ഇല്ലാതാക്കുമെന്ന കാര്യം കൂടി നാട്ടുകാരോടെല്ലാം ചെന്താമര പറഞ്ഞതായിട്ടാണ് ഈ സാക്ഷികൾ മൊഴി നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടാമത്തെ കൊലപാതകം നടന്നതിന് ശേഷവും ഒരു കൂസലുമില്ലാതെ മാധ്യമങ്ങളോടെല്ലാം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തനിക്ക് തോന്നിയത് ചെയ്തു എന്നതായിരുന്നു ആദ്യ പ്രതികരണമായി അന്ന് മാധ്യമങ്ങളോട് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഈ കോടതിയിൽ തന്നെ തൂക്കിക്കൊല്ലം വിധിച്ചാലും താൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങും അല്ലെങ്കിൽ ആ ശിക്ഷ ഏറ്റുവാങ്ങുമെന്നാണ് ചെന്താമരയുടെ ആദ്യത്തെ പ്രതികരണമായി ലഭിക്കുന്നത്. താൻ ഗാന്ധിജിയില്ലെന്നും വേണ്ടി വന്നാൽ മറ്റുള്ളവരെ കൂടി, അതായത് ഈ സുധാകരന്റെ 2 പെൺമക്കളെ കൂടി ഇല്ലാതാക്കും, ആ കുടുംബത്തെ കൂടി ഇല്ലാതാക്കുമെന്ന നാട്ടുകാരോട് പറഞ്ഞ അതേ വാദം തന്നെയാണ് കോടതിയിൽ തന്നെ ഈ ചെന്താമര പറഞ്ഞിരിക്കുന്നത്. താൻ ഗാന്ധിജി അല്ലെന്നും വേണ്ടി വന്നാൽ മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തുമെന്നതാണ് ചെന്താമര കോടതിയിൽ ഇപ്പോൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ കൂടി കേരള മനസാക്ഷി ഞെട്ടിച്ച അല്ലെങ്കിൽ ഒട്ടും കൂസലില്ലാത്ത 3 കൊലപാതകം നടത്തിയിട്ടും ഒട്ടും കൂസലുമില്ലാത്ത ഈ ചെന്താമരയ്ക്ക് ഈ കോടതി ഇനി എന്ത് ശിക്ഷ വിധിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം.
എന്തായാലും കൊടും കുറ്റവാളി ചെന്താമര കുറ്റക്കാരനാണെന്നാണ് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി വന്നിരിക്കുന്നത്. ആളെ കൊന്ന് കാട് കയറുന്ന പ്രകൃതം, ഒരു അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു പ്രകൃതം, ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ഒരു കൊടും കുറ്റവാളിയുടെ വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇയാൾ കുറ്റക്കാരനാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ എത്തിയപ്പോൾ പോലും യാതൊരുവിധ ഭാവമാറ്റവും ഇല്ലാത്ത ഒരു പ്രകൃതം, വെല്ലുവിളിയുടെ ഒരു സ്വരമാണ് കോടതിയിൽ ചെന്താമര പ്രകടിപ്പിച്ചിട്ടുള്ളത്. കുറ്റം നടന്ന് 1.5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വിധി പറയുന്നത്. ഒന്നും പറയാനില്ല കോടതിയിൽ എന്നാണ് ഇപ്പോൾ ചെന്താമരയുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം. കൊലപാതക കുറ്റമാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചെന്താമരയ്ക്ക് എന്ത് വിധിയാണ് നൽകുന്നത്, എന്ത് ശിക്ഷയാണ് നൽകുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. വിധി ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ അടുത്ത ദിവസവും ഒക്കെ ആയിട്ടുണ്ടാകും. എന്തായാലും തൂക്കാൻ വിധിച്ചോളൂ എന്നാണ് ചെന്താമര പറയുന്നത്. താൻ ഗാന്ധിജിയല്ല, വേണ്ടി വന്നാൽ ഇനിയും കൊല്ലുമെന്നാണ് ചെന്താമര വെല്ലുവിളി നടത്തിയിട്ടുള്ളത്. എഴുതാൻ പറ്റുന്നതൊക്കെ എഴുതി ചേർത്തോളൂ എന്ന് ജഡ്ജിയോട് കോടതി മുറിയിൽ വെച്ച് ചെന്താമര വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 3 കൊലപാതകങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വെല്ലുവിളിയുടെ സ്വരം ചെന്താമരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഒരു നാടിനെ ഒന്നാകെ നടുക്കി ഞെട്ടിച്ചുകൊണ്ടുള്ള 3 കൊലപാതകങ്ങൾ. ആദ്യത്തെ കൊലപാതകം 2019, രണ്ടാമത്തെ ഇരട്ട കൊലപാതകം 2025 ശേഷം, ഈ ഒരു 1.5 വർഷത്തിന് ശേഷം ചെന്താമര കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കോടതി മുറിയിലാണ് ചെന്താമര ഇത്തരത്തിൽ വലിയൊരു വെല്ലുവിളി ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്നാണ് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.